കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മുൻ മേയർ ആര്യ രാജേന്ദ്രനെയും ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവ് മുൻ MLA ശശിയെയും വീട്ടിൽ ഇരുത്തിയ മുതൽ ഇപ്പോൾ എന്തെടുക്കുന്നു? പുള്ളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പുള്ളി നേരിട്ട് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. നീ എവിടെ പോണേ? പറയണ എന്റെ ആളിയനാണെന്ന് പറയണ. എനിക്ക് അറിയില്ല, പണ്ട് ഞാൻ കടവുള്ള കാരണമാണ്. നിങ്ങളുടെ എതിർകക്ഷികൾക്ക് വീട്ടിലായല്ലോ, എന്താണ് ഇപ്പോഴത്തെ നിലപാട്? ഇപ്പം നിലപാട് എൻ്റെ നിലപാടാണോ അവരുടെ നിലപാടാണോ? അതെ, നിങ്ങളിപ്പോൾ എന്താണ് ഇപ്പം പരിപാടി? എനിക്ക് ഇപ്പോൾ എൻ്റെ KSRTCയിൽ ജോലി ഒരു തെറ്റും ചെയ്യാതെ വെളിയിലാക്കി ഒന്നാമത്. അപ്പോൾ ഇവരെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇത് പവർ വെച്ച് ഇവരെ നല്ല രീതിയിൽ തന്നെ ഉപദ്രവിക്കുകയും പ്രൈവറ്റ് ബസ്സിൽ പോയപ്പം ഈ കേസ് കിടക്കണ PCC കിട്ടാൻ നിർവാഹമില്ല. അപ്പം പ്രൈവറ്റ് ബസ് ഓടി ജീവിക്കാനും പറ്റില്ല. ഇപ്പോൾ ആ സ്കൂൾ തുറക്കുന്ന ടൈമാണ്, മകനെ സ്കൂളിൽ പോകേണ്ടതാണ്. അപ്പോൾ അതും ഇപ്പം മുട്ടലിലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യട്ടെന്ന് പറഞ്ഞാൽ അതാണ് കാണാൻ വന്നത്. എന്തെങ്കിലും ഒരു ജോലിയിലെ എന്തെങ്കിലും ഒന്ന് സഹായിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട്. KSRTC ഒരു ദിവസം എനിക്ക് കയറണം, അത് എനിക്ക് വാശിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആവലാതികളും പരാതികളും ആവശ്യങ്ങളും. എന്തായാലും ഇപ്പോൾ UDF-ൽ ചേർന്നിരിക്കുന്ന അദ്ദേഹത്തിന് UDF വേഗം അധികാരത്തിൽ എത്തും. മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിലുള്ള ആശങ്ക നിലനിൽക്കെ എന്തായാലും അതുപോലൊരു ആശങ്ക വരാതെ ഇദ്ദേഹത്തിന് നല്ലൊരു തൊഴിൽ കിട്ടുവാനുള്ള സൗകര്യം UDF ഗവൺമെൻറ് ചെയ്യും എന്ന പ്രതീക്ഷ അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നു. നല്ലത് വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, പ്രത്യാശിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വിശേഷവും വാർത്തയുമായി വേഗം കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ലക്ക്.